ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു മസാല ദോശ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ആദ്യം കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കണം. ഒരു 3 വിസിൽ മതിയാവും കേട്ടോ. അപ്പോഴേക്കും നല്ലപോലെ വെന്ത് കിട്ടും. അത് നമുക്കത് ഓഫാക്കി മാറ്റി വെക്കുക. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായിയാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് എണ്ണ, കടുക്, ഉലുവ ഇത് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഉള്ളി കൂടി ഇട്ട് കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മളെ സാമ്പാർ പൊടി, കായപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല മണവും ടേസ്റ്റുമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും നല്ലപോലെ ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊക്കെ കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മല്ലിയിലയും കൂടി ഇട്ടാൽ നമ്മുടെ ഈ നമ്മുടെ ഈ ഒരു മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ദോശ ചൂടാം. അതിനായി അരച്ച് വെച്ച ഉഴുന്നിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കാം. ഇത് അമ്മമ്മേൻ്റെ കുത്തരീൻ്റെ അരിയോടാട്ടോ അരച്ചത്, അതുകൊണ്ട് ഈ ഒരു കളർ. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഈ തവയിലേക്ക് ഒഴിച്ചെടുക്കുമ്പോൾ നല്ലപോലെ എനിക്കിങ്ങനെ ദോശ ചുറ്റിച്ചെടുക്കാനും പറ്റാറുണ്ട്, നല്ല മൊരിഞ്ഞും കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ ദോശയും കൂടി കിട്ടാറുണ്ട്. അങ്ങനെ നമുക്ക് ഈ ദോശ ചുട്ടെടുക്കാം. ചുട്ടെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി തടവണം കേട്ടോ. ആ നെയ്യും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ആദ്യം നമുക്ക് ദോശ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കുക. പിന്നെയാണ് ഈ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് മസാല, നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതിൻ്റെ ഒരു മിഡിലേക്കായിട്ട് ഇട്ട് കൊടുക്കണം. മസാല ഇട്ടതിന് ശേഷം നമുക്ക് ദോശയൊന്ന് മടക്കി വെക്കുക. സാധാരണ മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ദോശയൊക്കെ നല്ല മുരിഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ ദോശ മടക്കി എടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കുക. ഇനി ഓരോ ദോശയും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ കുറച്ച് നെയ്യ് റോസ്റ്റ് എന്നൊക്കെ പറയാം കേട്ടോ. അതായത് മസാല ഇല്ലാണ്ട് കുറച്ച് ദോശയും കൂടി ചുട്ടെടുത്തിട്ടുണ്ട്. എനിക്ക് സാമ്പാറിൻ്റെ കൂടെ തിന്നാൻ ഇഷ്ടമാണ്. പിന്നെ നമുക്ക് സാമ്പാറിലോട്ട് കിടക്കാം. പരിപ്പും ഉപ്പും മഞ്ഞളും വേവിച്ചതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് വേവിക്കുമ്പോൾ. ഇനി ഇത് 1 വിസിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിച്ചിടുക. പിന്നെ സാമ്പാർ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വേവിക്കുക. ഇതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ടാൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചമ്മന്തിയിലേക്ക് കിടക്കാം. അർജുവേട്ടനാണ് ഈ തേങ്ങ ചിരവി തരുന്നത്. ഇനി നമുക്ക് ഇത് അരക്കാം. ഇവിടുത്തെ കാന്താരിയാണ്. പിന്നെ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ചമ്മന്തിയിലേക്ക് താളിച്ചിടാനായിട്ട് ഇതുപോലെ കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ആ ചമ്മന്തിയിലേക്ക് ഇട്ടാൽ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി. ചമ്മന്തി സിമ്പിളല്ലേ. സാധാരണ ഇവിടെ ഒന്നെങ്കിൽ ചമ്മന്തി അല്ലെങ്കിൽ സാമ്പാർ ഏതെങ്കിലും ഒന്നേ മസാല ദോശയൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ഇന്ന് വീഡിയോ ഒക്കെ എടുക്കുകയല്ലേ, കുറച്ചും കൂടി ലാവിഷാവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ സാമ്പാറും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ നമ്മുടെ പ്ലെയിൻ ദോശയും മസാല ദോശയും നല്ല ആവി പറക്കുന്ന സാമ്പാറും ചമ്മന്തിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അർജുവേട്ടൻ്റെ ഫേവറേറ്റ് ചമ്മന്തിയും എൻ്റെ ഫേവറേറ്റ് സാമ്പാറാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഇത് സാമ്പാറിന് ആവി പറക്കുന്നുണ്ട്. ദോശേൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സാമ്പാർ ഒഴിച്ചു. പിന്നെ ചമ്മന്തി എടുത്തിട്ട് ചമ്മന്തി ഒഴിച്ചു. ഇനി ഇത് 3ഉം കൂടി മിക്സ് ആക്കിയിട്ടൊന്ന് കഴിക്കാൻ പോവുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.